ലോ അക്കാദമി ലോ കോളേജിലെ വിദ്യാർത്ഥി സമരം 23-ാം ദിവസം പിന്നിടുമ്പോഴാണ് പ്രശ്നപരിഹാരത്തിന് ജില്ലാ കളക്ടർ യോഗം വിളിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സ്ഥലത്തുണ്ടായ ക്രമസമാധാന പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് യോഗമെന്നാണ് വിശദീകരണം. എന്നാൽ അക്കാദമി മാനേജ്മെന്റും സമരക്കാരും പങ്കെടുക്കുന്ന യോഗത്തിൽ പ്രശ്നപരിഹാരത്തിനുള്ള കാര്യങ്ങളും ചർച്ചയാകും. അതിനിടെ കോൺഗ്രസും സമരം ഏറ്റെടുത്തു. സ്ഥലം എംഎൽഎ കൂടിയായ കെ മുരളീധരനാണ് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ള സമരം ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ രാജിവെക്കുന്നതുവരെ സമരം തുടരുമെന്ന് കെ മുരളീധരൻ പറഞ്ഞു. റിപ്പോർട്ട് സിൻഡിക്കേറ്റ് യോഗത്തിൽ ചർച്ച ചെയ്യാൻ വന്നപ്പോൾ അപ്പോഴാണ് കേരളത്തിലെ LDF ഗവൺമെന്റിന്റെ തനി സ്വരൂപം, LDF ഗവൺമെന്റ് ഞാൻ പറഞ്ഞില്ല, മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ തനി സ്വരൂപം പുറത്തു വരുന്നു. സിൻഡിക്കേറ്റിൽ കൃത്രിമ ഭൂരിപക്ഷം ഉണ്ടാക്കി സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് സർക്കാരിന് വിട്ടു. എന്തുകൊണ്ട് സർക്കാരിന് വിട്ടു? നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. കോളേജിന് മുൻപിൽ BJP നടത്തിവരുന്ന സമരം 9 ദിവസം പിന്നിട്ടു. സംസ്ഥാന സെക്രട്ടറി VV രാജേഷാണ് നിരാഹാരം കിടക്കുന്നത്. ഇന്നലെ BJP മാർച്ചിനിടെ പരിക്കേറ്റ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP വാവയുടെ ഇടത് കണ്ണിന്റെ കാഴ്ച നഷ്ടമായതായി BJP നേതാക്കൾ പറഞ്ഞു. അതിനിടെ മാനേജ്മെന്റ് പ്രഖ്യാപനമുണ്ടായിട്ടും ഇന്നും ലോ അക്കാദമി തുറന്നില്ല. ABPയുടെ വിദ്യാഭ്യാസ ബന്ദിന്റെ പശ്ചാത്തലത്തിലാണ് തുറക്കാത്തതെന്നാണ് സൂചന. സമരത്തിൽ നിന്ന് പിന്മാറിയ SFI പ്രവർത്തകരും ക്യാമ്പസിൽ എത്തിയില്ല. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.